അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ നിന്ന് ശ്യാംകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാം, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അങ്കമാലി കരിയാട് സിഗ്നലിൽ വെച്ച് ഈ മാസം 2-ാം തീയതി ഉണ്ടായ വാഹനാപകടത്തിലാണ് ബിൽജിത്ത് ബിജു എന്ന 18 വയസ്സുകാരൻ ഗുരുതര പരിക്കുകളോടെ ഈ ആശുപത്രിയിൽ എത്തുന്നത്. പിന്നീട് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവിച്ച ആ 18 വയസ്സുകാരനാണ് ഇന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. ഇതിനുശേഷമാണ് അവരുടെ കുടുംബാംഗങ്ങൾ ആ 18 വയസ്സുകാരന്റെ ആന്തരികാവയവങ്ങൾ പലർക്ക് ജീവൻ നൽകാനായി കൈമാറാം എന്ന് സമ്മതിച്ചത്. 6 അവയവങ്ങളാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. അതിൽ ഹൃദയമാണ് ലിസി ആശുപത്രിയിലേക്ക് എത്തുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും, ആലുവയിലെ രാജഗിരി ആശുപത്രിയിൽ നിന്നും, അമൃത ആശുപത്രിയിൽ നിന്നും, കോട്ടയം കാരിത്താസിൽ നിന്നും ഒക്കെയുള്ള ഡോക്ടർമാരുടെ സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ അല്പസമയം മുമ്പ് ഒരു മീറ്റിംഗ് കൂടി നടക്കും. അതിനുശേഷമായിരിക്കും ഏതൊക്കെ അവയവങ്ങൾ ഏതൊക്കെ ആശുപത്രികളിലേക്ക് പോകുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ നടത്തിയ അപ്നിയ ടെസ്റ്റിലൂടെയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. പിന്നീട് ഈ വിവരം കേസ് ഓട്ടോയിൽ അറിയിക്കുകയായിരുന്നു. രാത്രി 10:30 ഈ ഹൃദയം മാറ്റുന്ന ശസ്ത്രക്രിയ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ആരംഭിക്കുമെന്നുള്ളതാണ് അറിയുന്നത്. ലിസി ആശുപത്രിയിൽ നിന്ന് ആ സംവിധാനം അല്പസമയത്തിനകം ഇങ്ങോട്ടെത്തും. ഇവിടെ നിന്ന് ഹൃദയവുമായി വളരെ വേഗത്തിൽ തന്നെ ലിസിയിലേക്ക് യാത്ര തിരിക്കും. രാത്രിയിൽ തന്നെ ആ ശസ്ത്രക്രിയ 13 വയസ്സുകാരിക്കുള്ള ശസ്ത്രക്രിയ ലിസിയിലും നടക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മറ്റെല്ലാ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരും സംഘങ്ങളും അങ്കമാലിയിൽ എത്തിക്കഴിഞ്ഞു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലാണ് ബിൽജിത്തിന്റെ കണ്ണ് ദാനം ചെയ്യുന്നത്, മറ്റൊരാൾക്ക് കാഴ്ച നൽകുന്നത്. ഏതായാലും വലിയൊരു കാര്യമാണ് ആ കുടുംബം ചെയ്തിരിക്കുന്നത്. 6 പേരിലൂടെ ബിൽജിത്ത് ഇനി ജീവിക്കും. ആ 18 വയസ്സുകാരന്റെ ഹൃദയം ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. രാത്രി 10:30 ആ ശസ്ത്രക്രിയ ഇവിടെ ആരംഭിക്കും. അതിനുശേഷം ഇവിടെ നിന്ന് ഹൃദയവുമായി വളരെ വേഗത്തിൽ ലിസി ആശുപത്രിയിലേക്ക് പോലീസ് അകമ്പടിയോടുകൂടിയുള്ള യാത്രയാവും ഉണ്ടാകുക. അങ്കമാലിയും ആലുവയും ഒക്കെയുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായി പോലീസിന്റെ സഹായം ഉൾപ്പെടെ തേടുകയും ചെയ്തിട്ടുണ്ട്. ആ കുടുംബം പൂർണ്ണമായും ഈ ഒരു ഏറ്റവും വലിയ മാനുഷിക പ്രവൃത്തിക്ക് സമ്മതം നൽകിയിരിക്കുന്നു. രാത്രി 10:30 ആ ശസ്ത്രക്രിയ നടപടികൾ ആരംഭിക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ശസ്ത്രക്രിയ വിജയകരമായി നടക്കട്ടെ. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറമാണ് സർജൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയോ ഇത്തരം കേസുകൾ അറ്റൻഡ് ചെയ്ത് നല്ല പ്രാഗൽഭ്യവും പരിചയമുള്ള സർജനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.